കണ്ണെത്താ ദൂരത്തോളം മഞ്ഞിന്റെ കടൽ, കണി കാണാൻ ഒരു തരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഒരിടം. താമസത്തെക്കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ. അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണിവ. എന്നാൽ 7 ഭൂഖണ്ഡങ്ങളിലൊന്നായ അന്റാർട്ടിക്കക്ക് ഈ പറയുന്നതിലേറെ കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്. ഈയിടെയായി സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറിയ അന്റാർട്ടിക്കയെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് അന്റാർട്ടിക്കയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ. ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക ദക്ഷിണ ധ്രുവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 98% മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വൻകര യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയെക്കാളും വലുതാണ്. അന്റാർട്ടിക്ക ആവരണം ചെയ്യുന്ന മഞ്ഞിന്റെ ശരാശരി കനം 1.6 കിലോമീറ്ററാണ്. സ്വാഭാവികമായി മനുഷ്യവാസമില്ലാത്ത ഏക ഭൂഖണ്ഡമാണിത്. എന്നാൽ ഇന്ന് മഞ്ഞുകാലത്ത് 1000-ഓളം ആളുകളും വേനൽക്കാലത്ത് 5000-ഓളം ആളുകളും ഇവിടെ താമസിക്കുന്നു. അന്റാർട്ടിക്കയെ വലയം ചെയ്തുള്ള കടലുകളെ ഒരു കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിനോട് ഉപമിക്കാറുണ്ട്. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയുമാണ് അന്റാർട്ടിക്കയിൽ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീല തിമിംഗലം മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളും ഇവിടെയുണ്ട്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 60% ഇവിടെയാണുള്ളത്. വർഷം മുഴുവനും ഈ ജലം മരവിച്ച് മഞ്ഞു പാളികളായി കിടക്കുന്നതിനാൽ ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം. അന്റാർട്ടിക്കയിലെ മഞ്ഞ് നിറഞ്ഞ ഉപരിതലത്തിനിടയിൽ 138ഓളം അഗ്നിപർവ്വതങ്ങളുണ്ട്. അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനി പ്രദേശത്തെ ബ്ലഡ് ഫോൾസ് അഥവാ ഹിമാനിയിലെ വെളുത്ത മഞ്ഞിലുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള വെള്ളച്ചാട്ടം വളരെ ആകർഷണീയമാണ്. അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.